ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം വായിക്കുന്നു: ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറി. ഈ വാക്യം ആരംഭിക്കുന്നത് ധൂപവർഗത്തിൻ്റെ പുക എന്നുള്ള വാക്കോടെയാണ്. ധൂപവർഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 34-35 വാക്യങ്ങൾ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ആ വാക്യങ്ങൾ വായിക്കുന്നു: യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ നറുംപശ, ഗുലുഗുലു, ഹൽമാനപ്പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പ് ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. ഈ 4 കാര്യങ്ങൾ ചേർത്തിട്ടാണ് ധൂപവർഗം ആക്കുന്നത്. അതിൽ ഒന്ന് നറുംപശ. പൂർവ്വദേശങ്ങളിൽ കാണുന്ന സ്റ്റോറാക്സ് വൃക്ഷത്തിൽ നിന്നെടുക്കുന്ന കറയാണ് നറുംപശ. സിറിയയിലും ചുറ്റുമുള്ള രാജ്യങ്ങളിലും കാണുന്നു. നറുംപശ 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, നല്ല സുഗന്ധമുണ്ട്. 2, പശയുണ്ട്. രണ്ടാമതായി കാണുന്നത് ഗുലുഗുലുവാണ്. സമുദ്രത്തിൽ കാണുന്ന കക്ക പോലെയുള്ള ഒരു ജീവിയുടെ പുറന്തോട്ടിൽ നിന്നെടുക്കുന്നതാണ് ഗുലുഗുലു. ചെങ്കടലിൽ ഈ ജീവിയെ ധാരാളമായി കാണുന്നു. ഗുലുഗുലുവിന് പശയില്ല. മൂന്നാമതായിട്ട് കാണുന്നത് ഹൽബാന പശയാണ്. ഇന്ത്യ, പേർഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വളരുന്ന കുറ്റിച്ചെടിയുടെ നീരാണ് ഹൽബാന പശ. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ മഞ്ഞ നിറമുള്ളതായി മാറും. ഒരു തരം ധാന്യത്തിൻ്റെ ആകൃതിയാണ്. നാലാമതായിട്ട് നമ്മൾ കാണുന്നത് നിർമ്മല സാമ്പ്രാണി. ധൂപവർഗത്തിലെ വളരെ പ്രധാനപ്പെട്ടതാണ് നിർമ്മല സാമ്പ്രാണി. ഇതിനെക്കുറിച്ച് വലിയ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. കാരണം നിർമ്മല സാമ്പ്രാണി എന്ന് പറയുന്നത് കുന്തിരിക്കമാണ്. കുന്തിരിക്കത്തിൻ്റെ തടി കടുപ്പമുള്ളതാണ്, ഈട് നിൽക്കുന്നതുമാണ്. ഇതിൻ്റെ പട്ടയിൽ നിന്ന് ഊറി വരുന്ന കറ കട്ട പിടിച്ചതാണ്. കുന്തിരിക്കം ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിലാണ്. കൂടാതെ ഉത്തര അറേബ്യയിലുമുണ്ട്. കുന്തിരിക്കം വെറുതെ ഇരിക്കുമ്പോൾ വലിയ മണം ഒന്നുമില്ല. എന്നാൽ ഇത് എപ്പോൾ കത്തിക്കുമോ അപ്പോൾ ഇതിൽ നിന്ന് നല്ല സുഗന്ധമാണ് പുറത്തേക്ക് വരുന്നത്. ഇത് 4 കൂടെ ചേർന്നാണ് ധൂപവർഗം ഉണ്ടാക്കുന്നത്. എരിയുന്ന തീക്കനലിൽ കുന്തിരിക്കമിടുമ്പോൾ പുകയുണ്ടായി മുകളിലേക്ക് ഉയരുന്നത് പോലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന പുക ഉയരത്തിൽ ദൈവസന്നിധിയിൽ എത്തുന്നു. സങ്കീർത്തനം 141:2 ഇപ്രകാരം നാം വായിക്കുന്നു: എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നു സന്ധ്യയാഗമായും തീരട്ടെ. യെഹെസ്കേൽ 8:11 അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പേർ ശഫാത്തിൻ്റെ മകനായ യയസന്യാവും അവരുടെ നടുവിൽ ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപമേഘത്തിൻ്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. പുതിയ നിയമ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമമാണ് ധൂപവർഗം. നമ്മുടെ പ്രാർത്ഥനയിൽ അത് ചേരുമ്പോഴാണ് ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയായി തീരുന്നത്. ദൂതൻ്റെ കയ്യിൽ നിന്ന് പ്രാർത്ഥനയും ധൂപവർഗവും ദൈവസന്നിധിയിൽ കയറുവാൻ കാരണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിച്ചതുകൊണ്ടായിരിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:14 നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. യോഹന്നാൻ്റെ സുവിശേഷം 15:16 നമ്മൾ ഇങ്ങനെ കാണുന്നത്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും തിരുവചനം വ്യക്തമാക്കുന്നു. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു.